പാപികളെ കണ്ടേശായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മോടൊപ്പമാകുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ തൻ്റെ സ്വർഗീയ മഹത്വം മുഴുവനും ഒരു അപ്പക്കഷ്ണത്തിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ദൈവം നമുക്ക് സന്നിഹിതനാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്കും യുക്തിക്കും ഇത് വെറും അപ്പം മാത്രം. എന്നാൽ വിശ്വാസ കണ്ണുകൾക്ക് തിരുവോസ്തിയിൽ ജീവിക്കുന്ന ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കും. ഈ രാവിൽ നമ്മുടെ ഹൃദയവികാര വിചാരങ്ങളെ ബലിപീഠത്തിൽ സന്നിഹിതനായിരിക്കുന്ന മിശിഹായിക്ക് പങ്കുവെച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ ദൈവമേ നിൻ പാദേ സർവമർപ്പിച്ചേകാം. കൺകുളിർക്കെ കാണാം മാനം തുറന്നേകാം. എന്നേരവും സ്തുതി ആരാധന എല്ലാം അറിയും എന്റെ തമ്പുരാനെ. എന്നേരവും സ്തുതി ആരാധന 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 ആരാധന. മർദ്ദനായി ഭൂവിൽ അവതരിച്ചവനേ എന്നേരവും സ്തുതി ആരാധന. പുൽമെത്തയിൽ പിറന്ന പൊന്നുണ്ണീശോയേ എന്നേരവും സ്തുതി ആരാധന. തച്ചന്റെ മകനായി വളർന്ന പൊന്നീശോയേ എന്നേരവും സ്തുതി ആരാധന. കന്യകാമേരിതൻ പ്രിയ സുതനേശുവേ എന്നേരവും സ്തുതി ആരാധന 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 ആരാധന. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം
13-ാം അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. മരണത്തോളം നമ്മളെ സ്നേഹിക്കാൻ പോകുന്നവൻ തൻ്റെ മരണത്തിൻ്റെ തൊട്ടു മുമ്പ് നമുക്ക് നൽകുന്ന കൽപ്പനയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. പരസ്പര സ്നേഹമെന്നത് നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളെ ചേർത്ത് നിർത്തുന്നവരെ അവരോട് ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിക്കും. എന്നാൽ നമ്മളെ വെറുക്കുന്നവരെ, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ, നമ്മളെ കളിയാക്കുന്നവരെ, നമ്മളെ വെറുക്കുന്നവരെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ നോമ്പുകാലത്തിൽ ഈശോ നമുക്ക് മുന്നിൽ വയ്ക്കുന്നൊരു ചോദ്യം തന്നെയാണത്. നീ നോമ്പ് ചെയ്യുന്നുണ്ട്, നീ വർജിക്കുന്നുണ്ട്, മാംസാഹാരങ്ങൾ വർജിക്കുന്നുണ്ട്, എങ്കിലും നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുന്നുണ്ടോ? നിന്നെ സ്നേഹിക്കാത്തവരെ നീ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? മരണത്തിനേക്കാൾ വലുതാണ് എൻ്റെ വേദന എന്ന് പറഞ്ഞ ഈശോ ആ മരണത്തോളം നമ്മളെ സ്നേഹിച്ചതുപോലെ ഒരംശമെങ്കിലും നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. നിനക്ക് നിന്റെ ശത്രുവിനെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നിന്റെ ശത്രുവിനെ ചേർത്ത് നിർത്താൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയെ, ഞങ്ങൾക്ക് സാധിക്കുന്നില്ലപ്പാ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല ഈശോയെ. ഈ നോമ്പുകാലത്തിൽ ഞങ്ങൾക്ക് അതിനുള്ള വരം നീ തരണമേ. കൂടുതൽ ആഗ്രഹിക്കുവാൻ, കൂടുതൽ ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ ഈശോ തരുന്നൊരു അവസരമായി ഇത് കാണുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, കുരിശിന്റെ ചോട്ടിൽ നിന്നെ സ്നേഹിക്കുന്നവരായി കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലും നിന്നെ വെറുക്കുന്നവരായിരുന്നു. എങ്കിൽ പോലും നീ അവരെയൊക്കെയും സ്നേഹിച്ചു. അവരിലൊക്കെയും നിന്റെ കാരുണ്യം നീ കാണിച്ചു. ആ ഒരു സ്നേഹം അത്രയും അല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും മറ്റുള്ളവരോട് കാണിക്കുവാൻ, ആ സ്നേഹം ഞങ്ങളിൽ നിറയുവാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഈ നോമ്പുകാലം അതിനുള്ളൊരു അവസരമാക്കി, അതിനുള്ളൊരു വഴിയാക്കി നീ ഞങ്ങളെ മാറ്റണമേ ഈശോയെ. കൂടുതൽ നിന്നെ സ്നേഹിക്കുവാനും നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനുമുള്ള ഒരു അവസരമാക്കി നീ ഞങ്ങളെ മാറ്റണമേ. നിന്നോട് ചേർന്ന് നിൽക്കുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ. എന്നെ സ്നേഹിക്കാൻ ഞാനത്രമേ നിനക്കു പ്രിയനോ, ഇത്രമേ എന്നെ സ്നേഹിക്കാൻ ഞാനത്രമേ നിനക്കു പ്രിയനോ. പാപത്തിൻ ചേറ്റിൽ നിന്നെന്നെ പ്രാണൻ നൽകി നാഥാ രക്ഷിച്ചു. കാരിരും വാണിയേക്കാ ആഴമേറും മുറിവേകി ഞാൻ, എങ്കിലും ഈ പാപിയെ നിത്യമാ നീ സ്നേഹിച്ചു. ഇത്രമേ എന്നെ സ്നേഹിക്കാൻ ഞാനത്രമേ നിനക്കു പ്രിയനോ. ദൈവം സ്നേഹമാണ്. വചനം നാം മാംസമായി നമ്മുടെ ഇടയിൽ വന്നു വസിച്ചു. ഇത് ഈശോയുടെ സ്നേഹമാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് ഈശോ തന്നെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് തന്നു. ഇന്നും ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോയെ, നിന്റെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട് ഞങ്ങൾ നിന്നെ സ്വീകരിക്കുന്നു നാഥ. ഈശോയെ, ഇത് കൃത്യമായി മനസ്സിലാക്കുവാനുള്ള അനുഗ്രഹം ഈ നോമ്പുകാലത്ത് ഞങ്ങൾക്ക് നീ തരണമേ ഈശോയെ.
ഞങ്ങൾക്ക് ഈ ലോകത്ത് വില കൊടുത്ത് മേടിക്കാൻ സാധിക്കാത്ത 2 സംഭവങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, സമാധാനം, സ്നേഹം. നാഥ, ഞങ്ങൾക്ക് സ്നേഹിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈശോയെ, സമാധാനം അവിടേക്ക് വന്നു ചേരും. നാഥ, നിന്റെ മുന്നിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് നിന്റെ സ്നേഹം കൊണ്ട് നീ നിറയ്ക്കണമേ. ഈശോയെ, നിന്നെ സ്നേഹിക്കുവാനും നിന്നെ സ്നേഹിക്കുന്നതിലൂടെ ഈശോയെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ അയൽക്കാരെയും നാഥ, ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന, ഞങ്ങൾ ഇടപെടുന്ന, നമ്മളോട് സംസാരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാനും ഈശോയെ, ഒന്നുമില്ലെങ്കിലും അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാനുള്ള അനുഗ്രഹം ഈ നോമ്പുകാലത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, സ്നേഹമെന്നത് ഈ ലോകത്ത് ഏറ്റവും വിലമതിക്കുന്ന വസ്തുതയാകാനുള്ള കാരണം തന്നെ അതാകുന്നുള്ള നാഥ. ഈശോയെ, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നീ ഞങ്ങൾക്ക് നൽകിയ സ്നേഹം, നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹം, നൽകുന്ന സ്നേഹം നാഥ, ഞങ്ങളെ വഴി നടത്തുന്ന ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, സ്നേഹം എന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള അനുഗ്രഹം ഈ നോമ്പുകാലത്ത് ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെടുന്നു. ഈശോയെ, നിന്റെ സ്നേഹം മനസ്സിലാക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നിന്റെ മക്കൾക്ക് നീ നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ ഉള്ളിലേക്ക് നിഷ്കളങ്കമായ സ്നേഹത്തെ നീ നിക്ഷേപിക്കണമേ നാഥ. മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈശോയെ, നിന്നെ പ്രതിഫലിപ്പിക്കുവാൻ ഒന്നുമില്ലായ്മയിലായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ നാഥ. ഈ പ്രാർത്ഥനാ ചൈതന്യത്തിലായിരിക്കുന്ന ഞങ്ങൾ ഈശോയെ, നിന്റെ സ്നേഹത്തെ എല്ലാ അർത്ഥതലത്തിലും ഉൾക്കൊള്ളുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് നീ നിറയ്ക്കണമേ നാഥ. ഓരോ നിമിഷവും ഈശോയെ, നിന്റെ മുന്നിലായിരിക്കുവാൻ ഞങ്ങൾ സമയം കണ്ടെത്തുന്നു. ഈ സമയത്തെ ഓർത്ത് സ്നേഹത്തെ ഞങ്ങളുടെ ഉള്ളിലേക്ക് നീ നിറയ്ക്കണമേ നാഥ. പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം കരുതുവാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, നിന്നെ സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, നിന്നെ സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകുമ്പോൾ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കും നാഥ. ഈ പ്രാർത്ഥനാ ചൈതന്യത്തിൽ ദിവ്യകാരുണ്യനാഥന്റെ മുന്നിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നീ നിറയ്ക്കണമേ നാഥ. ഈശോയെ, ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നിന്റെ സ്നേഹത്താൽ ദൈവം സ്നേഹമാകുന്നു എന്ന വചനം ഞങ്ങളുടെ ഉള്ളിൽ നീ ഉറപ്പിക്കണമേ ദിവ്യനാഥ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ ചേർന്ന് ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ, ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം കൊള്ളുന്നതിന് മുന്നേ നിന്നെ അറിഞ്ഞ ഒരു പൊന്നു തമ്പുരാൻ, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ നോക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. നിന്റെ കഴിവുകൾ കൊണ്ടല്ല ഈശോ നിന്നെ വിളിച്ചത്, അതവിടുത്തെ കൃപയാണ്, അതവിടത്തേക്ക് നിന്നോടുള്ള സ്നേഹമാണ്. ഈശോയെ, നിന്റെ സ്നേഹത്തെ ഞങ്ങളിതാ തിരിച്ചറിയുന്നു അപ്പാ. കർത്താവ്, ഈ ലോകത്തിൽ എല്ലാവരാലും ഒറ്റപ്പെടുമ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിന്റെ ആ സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു തമ്പുരാനെ. പകരമായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളിതാ സമർപ്പിക്കുന്നു നാഥ. ഈശോയെ, പലപ്പോഴും നിന്റെ ഈ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ മാറി അകന്നിട്ടുണ്ട് തമ്പുരാനെ. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ ഞങ്ങളെ വിളിക്കുമ്പോൾ ഈശോയെ, അവയിലേക്ക് ഞങ്ങൾ നടന്നെടുത്തിട്ടുണ്ട് തമ്പുരാനെ. നിന്നെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടപ്പാ.
ആ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു തമ്പുരാനെ. ഈ നോമ്പുകാലത്തിൽ ഞങ്ങൾ അവയോർത്ത് പശ്ചാത്തപിക്കുന്നു അപ്പാ. ഈശോയെ, ഞങ്ങൾ അറിയുന്നു തമ്പുരാനെ, ഈ ലോകത്തിൽ ഞങ്ങൾ എന്തൊക്കെ നേടിയാലും അവസാനം നീ മാത്രമേ, നിന്റെ ഈ സ്നേഹം മാത്രമേ ഞങ്ങൾക്ക് കൂട്ടായി കാണൂവെന്ന് ഈ നിമിഷം ഞങ്ങൾ തിരിച്ചറിയുന്നു തമ്പുരാനെ. കർത്താവേ, ഒരു വലിയ ബോധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉറപ്പിക്കണമേ നാഥ. ഈശോയെ, ഞങ്ങൾ ഈ ലോകത്തിൻ്റെതല്ലപ്പാ, നിനക്ക് സാക്ഷിയാകുവാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ, ഈശോയെ, നിനക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ അപ്പാ. തമ്പുരാനെ, ഈ ലോകത്തിൽ കർത്താവെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഈശോയെ, നിന്റെ സ്നേഹം ഈ ലോകത്തിന് നൽകുന്ന മക്കളായിട്ട് ഞങ്ങളെ നീ മാറ്റണമേ അപ്പാ. ആ സ്നേഹത്തിൻ്റെ ചൂടറിയുവാൻ, നിന്റെ സ്നേഹത്തിൻ്റെ ചൂടറിയുവാൻ ഞങ്ങളെ ഒരുക്കണമേ അപ്പാ. നിന്റെ ആ സ്നേഹവലയത്തിൽ നിന്ന് മറ്റൊന്നും ഞങ്ങളെ മാറ്റുവാൻ അനുവദിക്കല്ലേ തമ്പുരാനെ. അപ്പാ, നിന്റെ ആ ഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ അപ്പാ. ആ സ്നേഹം കൊണ്ട് തുളുമ്പുന്ന നിന്റെ ആ തിരുഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ ഈശോയെ. നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകനേശുവിനാ, ലോകരക്ഷകനേശുവിനാ, മേഘത്തേക്കാ നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. അനുനിമിഷം നമ്മെ സ്നേഹിക്കുന്ന ആ പുണ്യതമ്പുരാന്റെ മുന്നിൽ ഏറെ എളിമയോടെ സ്നേഹം നിറഞ്ഞൊരു ഹൃദയത്തോടു കൂടി നമുക്കായിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തമ്പുരാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. നമ്മെ അറിയുന്ന ഒരു പൊന്നുതമ്പുരാൻ, നമ്മുടെ ജീവിതങ്ങളെ അറിയുന്ന പൊന്നുതമ്പുരാൻ, അവൻ്റെ കരങ്ങളിലേക്ക് ഈ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മുടെ നൊമ്പരങ്ങളെ, ആകുലതകളെയൊക്കെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് നമ്മളെ തന്നെ ഈ നിമിഷങ്ങളിൽ വിട്ടുകൊടുക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. നമുക്കെല്ലാവർക്കും മുട്ടുകൾ മടക്കി ഇരുകരങ്ങളും കുരിശാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും, കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർ ഉയർത്തും നീ തന്നെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മുടെ മധ്യത്തിലായിരുന്ന നമ്മെ അനുഗ്രഹിച്ച ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മോടൊപ്പമാകുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.